പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മോട് പറയുകയാണ് പരസ്പരം സ്നേഹിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ, അതോ കാപട്യം നിറഞ്ഞൊരു സ്നേഹമാണോ എൻ്റെയും നിങ്ങളുടെയും? പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 15:12 പറയുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കുവാൻ സാധിക്കണം. കാപട്യമില്ലാതെ, കറകളില്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ നമ്മെ സ്നേഹിച്ച ദൈവം കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം അമ്മയെ പോലെ നമുക്ക് നൽകി നമ്മെ സ്നേഹിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ നൽകുന്ന കൽപ്പന, പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. സഹോദരരോടുള്ള വെറുപ്പ്, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഈശോയുടെ മുമ്പിൽ ഒരു മാപ്പ് പറഞ്ഞ്, ഒരു സോറി പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും, സഹോദരരെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഈശോയ്ക്ക് തുല്യം സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാം ഈശോ നൽകിയതാണെന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും ഇനിയുള്ള ജീവിതമെങ്കിലും ഈശോ ആഗ്രഹിക്കുന്ന ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ, സഹോദര തുല്യൊരു സ്നേഹം, ആ ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ.